നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നായിരുന്നല്ലോ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം പഠിക്കുന്നതിൻ്റെ പ്രാരംഭമായിട്ട് നമ്മൾ അത് ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ജനവുമായി ബന്ധപ്പെട്ട പ്രവചനമായതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഒരു ചരിത്രപരമായ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുകയുണ്ടായി. അതായത് ബൈബിളിൽ നിന്ന് എഴുതി വച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പം നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി ഇസ്രായേൽ എവിടുന്ന് ഉത്ഭവിച്ചു എന്ന് നമുക്കറിയാം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. യാക്കോബിൻ്റെ മക്കൾ 12 പേര് അവർ ഫോം ചെയ്യുന്നതാണ് ഇസ്രായേൽ. അവരൊരു നേഷനായിട്ട്, ഒരു രാജ്യമായി, ഒരു കുടക്കീഴിൽ കഴിഞ്ഞവർ. ശൗലിൻ്റെയും ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്ത് അവരൊരുമിച്ച് കഴിഞ്ഞു. പക്ഷേ ശലോമോൻ്റെ ഫസ്റ്റ് കർത്താവിൻ്റെ ന്യായവിധി അവരൊരുമിച്ച് നിൽക്കുന്നതിലുണ്ടായത് ശലോമോൻ്റെ കാലത്ത് തന്നെയായിരുന്നു. ശലോമോൻ കർത്താവിൻ്റെ വചനം ലംഘിച്ചതിൻ്റെ ഫലമായിട്ട് ശലോമോൻ്റെ നേരെ ദൈവത്തിൻ്റെ കോപം കടന്നു വരികയും അതുമൂലം ആ ഇസ്രായേൽ രാഷ്ട്രം വിഭജിക്കപ്പെട്ട് 2 തട്ടായി മാറി. 10 ട്രൈബ്സ് ഒരു പാർട്ടും ബാക്കി 2 മറ്റൊരു പാർട്ടും. അതിനകത്ത് ആദ്യത്തെ 10 അവർ ഇസ്രായേൽ എന്ന് വിളിക്കുകയും പിന്നീടുള്ള ആ 2 ഗോത്രത്തെ യഹൂദ എന്ന് ജനറലി വിളിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഇത് 2ആയിട്ട് ഡിവൈഡ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. മാത്രമല്ല നമ്മൾ കണ്ടു അത് ഈ 10 ഗോത്രങ്ങൾ നോർത്തേൺ ഇസ്രായേലായിട്ടും അല്ലെങ്കിൽ വടക്കേ ഭാഗത്തുള്ള ഇസ്രായേലും അതുപോലെ മറ്റു 2 യഹൂദയും ബെഞ്ചമിനും ചേർന്നാണ് ഒരു രാജ്യമായി മാറിയത്. അല്ലെങ്കിൽ ജനറലി അത് യഹൂദ എന്ന് വിളിക്കുന്നു. അതിനെ നമ്മൾ സതേൺ മോസ്റ്റ് പാർട്ട് ഓഫ് ദ കിങ്ഡം എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് ഈ 10 ട്രൈബ്സ്, അതായത് ഇസ്രായേൽ എന്ന് വിളിക്കുന്ന ആ കൂട്ടർ, അല്ലെങ്കിൽ നമ്മൾ ജനറലി ശമരിയ എന്ന് വിളിക്കും, ആ കൂട്ടരെ നമുക്കറിയാം അന്നത്തെ കാലഘട്ടത്തിൽ, അതായത് അത് നമുക്കറിയാം ഏതാണ്ട് 1500 BC-യിലാണ് ഇവർ ആദ്യമായിട്ട് ഈ കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുന്നതും അവിടെ എത്തിയിട്ട് ഏതാണ്ട് 200 കൊല്ലത്തിനകത്ത് ഈ നോർത്തേൺ കിങ്ഡമായിരിക്കുന്ന ഇസ്രായേൽ അല്ലെങ്കിൽ 10 ഗോത്രമായവരെ അവർ അന്നത്തെ സൂപ്പർ പവറായ അസീരിയക്കാർ പിടിച്ചുകൊണ്ട് പോയതായിട്ട് നമ്മൾ കാണുന്നു. അതിൻ്റെ റീസൺസ്, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരല്പമായിട്ട് ചിന്തിക്കാനായിട്ട് ഇടയായി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കണ്ടത് മറ്റാരുമല്ല, ഈ ഇസ്രായേൽ ഫോം ചെയ്തപ്പോൾ, അതായത് ഈ 10 ട്രൈബ്സായിട്ട് മാറിയപ്പോൾ ഇവരുടെ ആദ്യത്തെ രാജാവ് തന്നെയാണ് അതിൻ്റെ കാരണക്കാരൻ. ആ രാജാവ് ഈ ജനത്തെ മൊത്തം വഴിതെറ്റിച്ചു. യെരുശലേമിന് പകരം ദൈവം ആരാധിക്കാനായിട്ടുള്ള ഒരു സ്ഥലം പറഞ്ഞു കൊടുത്തു യെരുശലേം. പക്ഷേ തനിക്ക് ബോധിച്ചതുപോലെ യെരുശലേമിൽ പോകാതിരിക്കേണ്ടതിന് തൻ്റെ ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചു. അത് മൂലം അത് ഇസ്രായേലിന് ഒരിക്കലും അനുഗ്രഹമായി തീർന്നില്ല. അങ്ങനെ ആ ഇസ്രായേൽ രാഷ്ട്രത്തെ മൊത്തം അസീരിയക്കാർ പിടിച്ചുകൊണ്ട് പോയി. നമ്മൾ വായിക്കുന്ന യഹൂദനെ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അവർ കൊണ്ടുപോയി. അങ്ങനെയാണ് യഹൂദം രാഷ്ട്രമായിട്ട് അവിടെ നിലനിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 115 കൊല്ലത്തിന് ശേഷമാണ്, അതായത് ഏതാണ്ട് 606 BC-യിലാണ് നമ്മൾ ഈ ദാനിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം വായിക്കുമ്പോൾ ആ സംഭവം നടക്കുന്ന ഏതാണ്ട് 115 കൊല്ലത്തിന് ശേഷം. എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേൽ രാഷ്ട്രം, അതായത് നോർത്തേൺ ഇസ്രായേലിനെ അസീരിയക്കാർ പിടിച്ചുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് 115 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അസീരിയ സാമ്രാജ്യം തകർക്കപ്പെടുന്നു. അങ്ങനെ ബാബിലോൺ സാമ്രാജ്യം ഉയരുകയാണ്. ഈ ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ സമയത്താണ് ദാനിയേൽ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ദാനിയേൽ അടങ്ങിയിരിക്കുന്ന കുറേ യഹൂദന്മാരെയൊക്കെയും ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ
ഈ ഈ ഗ്യാപ്പ്, അതായത് ഈ അസീര്യക്കാർ ഇസ്രയേലിനെ കൊണ്ടുപോയിട്ട് ഏതാണ്ട് 115 ഇയേഴ്സ്, ഏതാണ്ട് 115 കൊല്ലത്തോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഈ 115 കൊല്ലം എന്തായിരുന്നു സംഭവിച്ചതെന്ന് വെച്ചാൽ, 115 കൊല്ലവും ദൈവം ഈ യഹൂദയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെ വളരെ പ്രധാനപ്പെട്ട പ്രവാചകന്മാരെന്ന് പറയുന്നത് യെരമ്യാ പ്രവാചകൻ അല്ലേ? യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ പല രാജാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ സംസാരിച്ച ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ സെഫന്യ ഉണ്ട്, മീക്ക ഉണ്ട്. ഇവരെല്ലാം ഈ കാലഘട്ടത്തിൽ ഇവർ യഹൂദ രാജ്യമായിട്ട് വിലസിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പ്രവാചകന്മാരായിരുന്നു. ഈ പ്രവാചകന്മാരെല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു തീം തന്നെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ സഹോദരരായിരുന്ന ശമരിയെ നോക്കുക, അവർക്ക് പറ്റിയ അതേ പ്രശ്നം നിങ്ങൾക്കും പറ്റാതിരിക്കണമെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നും തിരിയാനായിരുന്നു ഈ പ്രവാചകന്മാരെ ത്രൂ ഔട്ട് അവരുടെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ നമുക്കറിയാം, യഹൂദൻ വിചാരിച്ചിരുന്നത് അവരുടെ മേന്മ കൊണ്ടും മെച്ചം കൊണ്ടുമാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരെ ആരും പിടിച്ചുകൊണ്ട് പോകാഞ്ഞത്. ശമരിയക്കാർ പാപികളായിരുന്നു, അതുകൊണ്ട് അസ്സീര്യക്കാർ അവരെ കൊണ്ടുപോയി. എന്നാൽ ദൈവം ഇത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ദൈവം ഇവരോട് സംസാരിക്കുന്നത്. നമ്മൾ ചില പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഇങ്ങനെ തന്നെ വായിക്കുന്നു, സീ വാട്ട് ഹാപ്പൻ ടു യുവർ സിസ്റ്റർ, ലുക്ക് അറ്റ് യുവർ സിസ്റ്റർ സമരിയ. ഇങ്ങനെ തന്നെയാണ് നമ്മൾ വായിക്കുന്നത്, നിൻ്റെ സഹോദരിയായ ശമരിയെ നോക്കുക. അപ്പോൾ ഇന്ന് ഈ ഇസ്രയേൽ ജനം അങ്ങനെയാണ് 115 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ ദാനിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വചനം നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ വചനം പറയുന്നു, യഹൂദ രാജാവായ യെഹോക്കിയാമിൻ്റെ വാഴ്ചയുടെ 3-ാം ആണ്ടിൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ യെരുശലേമിലേക്ക് വന്ന് അതിനെ നിരോധിച്ചു. കർത്താവ് യഹൂദ രാജാവായ യെഹോക്കിയാമിനെയും ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങളിൽ ചിലതിനെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവൻ അവയെ ശിനാർ ദേശത്തും തൻ്റെ ദേവൻ്റെ ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോയി ആ പാത്രങ്ങളെ അവൻ തൻ്റെ ദേവൻ്റെ ഭണ്ഡാരഗൃഹത്തിൽ വെച്ചു. നോക്കിക്കേ, ഈ ഒരു സംഭവം യെഹോക്കിയാമിൻ്റെ കാലത്ത് ഈ രാജാവ് നെബൂഖദ്നേസർ ഈ യഹൂദയെ പരിപൂർണമായിട്ടും പിടിച്ചുകൊണ്ട് പോകുന്നവരെ അവരെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇതുപോലെ തന്നെ ഈ ഇസ്രയേൽ ജനത്തെ അല്ലെങ്കിൽ ശമരിയെ അസീര്യക്കാരെ വർഷങ്ങൾക്ക് മുമ്പേ പിടിച്ചുകൊണ്ട് പോയതുപോലെ ഇത് ആവർത്തിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു ഈ യഹൂദ രാജ്യത്തോട് ദൈവം വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രവാചകന്മാരെ അയച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം ജെറമ്യ എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. താൻ സത്യം മൂടി വെക്കാതെ പച്ചയ്ക്ക് സത്യം പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അവരെന്താണ് ചെയ്തതെന്നും നമുക്കറിയാം. അത്രത്തോളം യെരമ്യാവ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രവാചകനായിരുന്നു. അപ്പോൾ ഈ പ്രവാചകന്മാരെല്ലാം ഒരു സ്വരത്തിൽ അവരുടെ മാനസാന്തരത്തിന് വേണ്ടി പറഞ്ഞപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ആൾ പോലും അതിനെ ഗൗനിച്ചില്ല എന്നുള്ള. അതാണ് ഈ ദാനിയേൽ അല്ലെങ്കിൽ ഈ നെബൂഖദ്നേസർ അല്ലെ ബാബിലോൺ പ്രവാസത്തിൻ്റെ വളരെ പരമപ്രധാനപ്പെട്ടതായിട്ടുള്ള കാര്യം. സോ ദൈവം കണ്ടിന്യൂസ് ആയിട്ട് ഇത് സംസാരിച്ചു. അപ്പോൾ ഇത് വായിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഇസ്രായേൽ ജനത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ന്യായവിധി കണ്ടു. സോ ഫസ്റ്റ് പാർട്ടിനെ അസീര്യക്കാർ കൊണ്ടുപോയെങ്കിൽ 2-ാം ഭാഗത്തെ ബാബിലോൺകാർ കൊണ്ടുപോയി. അപ്പോൾ ഈ അസീര്യക്കാർ കൊണ്ടുപോയ സമയത്ത് സമരിയ കൊണ്ടുപോയെങ്കിലും യഹൂദ ഞെളിഞ്ഞുകൊണ്ടേയിരുന്നു, അഹങ്കാരത്തോടെ ജീവിച്ചു. അവർക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് ചിന്തിച്ചു. പക്ഷെ ദൈവം വാൺ ചെയ്തുകൊണ്ടേയിരുന്നു, നിങ്ങൾക്കും ഇത് സംഭവിക്കാം. ഇന്ന് സഭയോട് കർത്താവ് സംസാരിക്കുന്നത് തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പവുമില്ലാതെ ഇരിക്കുമ്പോൾ ഓർക്കരുത്, നമ്മളുടെ മെച്ചം കൊണ്ടും നമ്മളുടെ ആത്മീയതയുടെ കൂടുതൽ കൊണ്ടൊന്നുമല്ല. കർത്താവ് നമ്മളോട് നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്ന കാര്യത്തെ ഗൗനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് വില കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന കാര്യത്തിനോട് നമുക്ക്
അത്രത്തോളം നമുക്ക് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ദൈവത്തിൻ്റെ വചനം എടുക്കണമെന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ഇസ്രായേലിൻ്റെ ചരിത്രം വീണ്ടും ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നു. നമുക്കതിനെ 2 ഭാഗമാക്കി കാണാം. ഒന്ന്, അതായത് അവരുടെ യാത്ര നോക്കുമ്പോൾ നമുക്കതിനെ 2 ഭാഗമായിട്ട് പഠിക്കാൻ പറ്റും. ഒന്ന്, their journey from Egypt to Canaan, അല്ലെങ്കിൽ ഈ മിസ്രൈമിൽ നിന്നും അവർ കനാൻ നാട്ടിലേക്കുള്ള അവരുടെ യാത്ര. രണ്ടാമത്തെ കാര്യം, അവർ യെരുശലേമിൽ വന്നിട്ട് യെരുശലേമിൽ നിന്ന് ബാബിലോണിലേക്ക് പോകുന്ന യാത്ര. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഇന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ, നമ്മളെപ്പോഴും എന്നും ഓർപ്പിക്കുന്നത് പോലെ ഇതൊരു പ്രവചന പുസ്തകമാണെങ്കിലും നമ്മൾ ഇതിനകത്തുനിന്ന് ആത്മീയ സത്യങ്ങൾ നമ്മളുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ടാണ് ഇതിനെ പഠിക്കേണ്ടതും. എങ്കിൽ മാത്രമേ നമുക്ക് പ്രയോജനമുള്ളൂ. നമ്മൾ ആത്മീയമായിട്ട് എന്താണ് ഇതിന് മനസ്സിലാക്കേണ്ടത്, അതാണ് ഏറ്റവും പ്രധാനം. അപ്പം നമ്മൾ ചിന്തിക്കുന്നു, ഈ 2 ജേണിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്തൊരു ആത്മീയ പിക്ചറുണ്ട്. ഒന്ന്, ഇസ്രായേൽ ജനം അടിമനുഖത്തിലിരുന്നു, ഈജിപ്തിൻ്റെ അടിമനുഖത്തിലിരുന്നവർ അവർ കനാൻ നാട്ടിലേക്ക് എത്തി, പാലും തേനും ഒഴുകുന്ന സ്ഥലത്തേക്ക് എത്തി. ഇതെന്തിനെ കാണിക്കുന്നതാണ്? നാം ഓരോരുത്തരും നമ്മൾ രക്ഷിക്കപ്പെടുന്നതിൻ്റെ കാലത്തിന് മുമ്പേ കൊലോസ്യ ലേഖനത്തിൽ പറയുന്നത് പോലെ നാം പിശാചിൻ്റെ രാജ്യത്തിൽ, അന്ധകാരത്തിൻ്റെ രാജ്യത്തിലിരുന്ന നമ്മളെ തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലേക്ക് മാറ്റി. യെസ്, ഹി ഹാസ് ട്രാൻസ്ലേറ്റഡ് us from the kingdom of darkness into the kingdom of Christ. അതായത് അതിലേക്ക് കർത്താവ് നമ്മളെ മാറ്റിയിരിക്കുകയാണ്. സോ ആ പാലും തേനും ഒഴുകുന്ന സമൃദ്ധിയുടെ ആ ദേശത്തേക്ക് കൊണ്ടുപോയതുപോലെ നമ്മളെ ഓരോരുത്തരെയും ക്രിസ്തുവിലാക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 2ാം ഭാഗം എന്താണ്? യെരുശലേമിൽ വന്ന ജനം ബാബിലോണിലേക്ക് പോയി. അതെന്തിനെ കാണിക്കുന്നതായിരിക്കും? യെരുശലേമിനെ, ചേർച്ചിനെ കാണിക്കുന്നെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് നമ്മൾ പിശാചിൻ്റെ അധീനതയിൽ നിന്നൊക്കെ വന്നു സത്യത്താലും ആത്മാവിനാലും ദൈവം നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ദൈവം ക്രിസ്തുവിലാക്കിയിരിക്കുകയാണ്. എന്നാൽ ആ ചേർച്ചിൽ ദൈവം നമ്മളെ ആക്കിയിരിക്കുകയാണ്. എന്നാൽ അതിനകത്തൊരു 2ാം ഭാഗമുണ്ട്. ഈ 2ാം ഭാഗത്തിൻ്റെ കാര്യം, അവർ യെരുശലേമിൽ നിന്നും ബാബിലോണിലേക്ക് പോയത്, ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ അവർ വരുത്തി വെച്ചതായിരുന്നു. ദൈവത്തിൻ്റെ പ്ലാനിൽ ഈ ഇസ്രായേൽ ജനത്തിന് ഒരൊറ്റ ജേണിയേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് ദ ജേർണി ഫ്രം ഈജിപ്റ്റ് ടു കനാൻ. പക്ഷേ അവരുടെ ഡിസൊബീഡിയൻസ് കാരണം, അവരുടെ കോൺസ്റ്റൻ്റ് ഡിസൊബീഡിയൻസ് കാരണം, അവരുടെ നിരന്തരമുള്ള അനുസരണക്കേട് കാരണം ദൈവം അവസാനം പറയേണ്ടതായിട്ട് വന്നു, യു ഗോട്ട് ടു ഗോ ടു ബാബിലോൺ, ദർ ഇസ് നോ അതർ ഓപ്ഷൻ. അങ്ങനെ തന്നെയാണ് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ബാബിലോൺ ഒഴിയാൻ പറ്റുകയില്ല, യു വിൽ ഹാവ് ടു ഗോ. സോ നമ്മൾ എസെക്കിയേൽ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ആ ദേശത്തെക്കുറിച്ച് എസെക്കിയേൽ പറയുകയാണ്, ഈ ദേശത്തിനൊരു വിടുതൽ കിട്ടാൻ ഇനിയും ദാനിയേലാകട്ടെ, നോഹയാകട്ടെ, ഇയ്യോബാകട്ടെ പ്രാർത്ഥിച്ചാലും ദേശത്തിന് വിടുതൽ കിട്ടുകയില്ല. സോ ഇറ്റ് ഹാസ് ബീൻ ഓർഡെയിൻഡ് ബൈ ഗോഡ്. അത് ദൈവം തീരുമാനിച്ചു കഴിഞ്ഞു. ആൻഡ് ഇതിൻ്റെ കാരണക്കാർ അവരവർ തന്നെയാണ്. സോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ആ ഒരു ആത്മീയ ട്രൂത്തിലേക്ക് നമ്മൾ എത്തണം. യെരുശലേമിൽ നിന്നും ബാബിലോണിലേക്ക് പോയി. ഈ ബാബിലോൺ എന്ന് പറയുന്നത് നമ്മൾ ബൈബിളിലുടനീളം നോക്കുമ്പോൾ ബാബിലോണിലെ വിശേഷിപ്പിക്കുന്നത് ദ ഹാർലറ്റ് ചേർച്ച് എന്നാണ്. ഹാർലറ്റ് ചേർച്ച് എന്ന് പറയുന്നത് വിഭിചാരിണിയായ ഒരു സഭ. അപ്പം എപ്പോഴാണ് വിഭജിക്കുക എന്നുള്ള ഒരു വാക്കിന് പ്രസക്തി വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട നമുക്ക് സ്നേഹിക്കാൻ നമ്മുടെ കർത്താവ് മാത്രമായിരുന്നു ഉള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ ശിഷ്യരായ നമ്മളോട് കർത്താവ് പറഞ്ഞത് എന്താണ്? എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നെങ്കിൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് അനുഗമിക്കുക. അതുമാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിൻ്റെ അമ്മയോ അപ്പനെയോ നിൻ്റെ സഹോദരനെയോ നിൻ്റെ നാടിനെയോ നിന്നേക്കാളും അധികമായി കർത്താവിനെ സ്നേഹിക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ മാറ്റി മറ്റെന്തെങ്കിലും കാര്യത്തെ അധികമായിട്ട് സ്നേഹിക്കുമ്പോൾ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് ദ സ്പിരിച്വൽ അഡൾട്ടറി. ഇതാണ് ഇവിടെയും നമ്മൾ മനസ്സിലാക്കുന്നത്. നൗ ദ ചേർച്ച് ഇൻ ജെറുസലേം, ആ ജെറുസലേം എങ്ങോട്ടേക്ക് യാത്ര ചെയ്യുകയാണ്? ടുവേർഡ്സ് ബാബിലോൺ.
അതെങ്ങനെ സംഭവിക്കുന്നു? അത് അവനവൻ തന്നെയാണ് വരുത്തി വെക്കുന്നത്. ഇന്ന് സഭ ഇന്ന് എങ്ങോട്ടേക്ക് പോവുകയാണ്? ബാബിലോണിലേക്ക് പോവുകയാണ്. ഈ ബാബിലോണിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത്. ഇന്ന് ലോകത്തോട് ഉള്ള അമിതമായിട്ടുള്ള ആശ്രയവും ലോകത്തോടുള്ള സഖ്യത സഭകളിൽ കടന്നു വന്നിരിക്കുകയാണ്. ആൻഡ് ദ ചേർച്ച് ഹാസ് ബീൻ ട്രാൻസ്ഫോംഡ് ടു ബാബിലോണിയൻ ചേർച്ച്. അല്ലെങ്കിൽ ആ സഭ ഇന്ന് ബാബിലോണിലേക്ക് കടന്നു പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമുക്കൊരു ടെസ്റ്റായിട്ട് നമുക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും. അതായത് നമ്മൾ ഇപ്പോൾ എവിടെയാണ്? ആർ വി ഇൻ ജെറുസലേം ഓർ ആർ വി ഹെഡിങ് ടു ബാബിലോൺ? നാം ഇന്ന് യെരുശലേമിലാണോ അതോ ബാബിലോണിലേക്കുള്ള സ്വിച്ചിങ് ആണോ? ദാറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അതല്ല ദൈവത്തിൻ്റെ ഹിതം. ബി അറ്റ് ജെറുസലേം, യെരുശലേമിൽ ഇരിക്കുക എന്നുള്ളതാണ്. അതായത് കർത്താവ് വരുവോളം നാം എവിടെ കാണപ്പെടേണ്ടതാണ്? നാം കർത്താവിൻ്റെ സഭയിൽ ആയിരിക്കേണ്ട ആളുകളാണ്. ഈ സഭ ഒരിക്കലും ബാബിലോണിയ സംസ്കാരത്തിലേക്ക് പോകേണ്ടതല്ല. ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മളിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം, എന്തുകൊണ്ടാണ് ഈ യഹൂദ രാജ്യത്തെ ബാബിലോണിലേക്ക് പിടിക്കേണ്ടതായിട്ട് വന്നത്? വൈ? വാട്ട് ഈസ് ദ റീസൺ? ഇന്നത്തെ കാലഘട്ടത്തിലുള്ള സഭയും ഇന്ന് കോംപ്രമൈസിങ് ചർച്ചായി മാറി, അല്ലെങ്കിൽ കോംപ്രമൈസിങ് ചേർച്ചായിട്ട് മാറിയതിൻ്റെ റീസൺ എന്താണ്? നമ്മൾ ഈ റീസൺസ് പഠിക്കുമ്പം നമ്മളിലേക്ക് തന്നെ നോക്കി വേണം പഠിക്കാൻ. അതാണ് അതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കതിൻ്റെ റീസൺസ് പഠിക്കാൻ വേണ്ടി നമുക്ക് 2 ദിനവൃത്താന്തം അതിൻ്റെ 36-ാം അധ്യായത്തിലേക്ക് കടക്കാം. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് യഹൂദ രാജ്യത്തെ ദൈവം അടിമത്തത്തിലേക്ക്, അല്ലെങ്കിൽ ദ റീസൺ ഫോർ ദിസ് ക്യാപ്റ്റിവിറ്റി ടു ബാബിലോൺ. ഇപ്പം നമുക്കതിൻ്റെ 2 ദിനവൃത്താന്തം 36-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാവും. സിദേക്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അതായത് യഹൂദ രാജാവ്, ലാസ്റ്റ് കിങ് എന്ന് തന്നെ നമുക്ക് പറയാം. അവൻ 11 സംവത്സരം യെരുശലേമിൽ വാണു. അവൻ തൻ്റെ ദൈവമായ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. യഹോവയുടെ വായിൽ നിന്നുള്ള വചനം പ്രസ്താവിച്ച യെരമ്യാ പ്രവാചകന്റെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. ഇതാ ഞാൻ മുമ്പേ പറഞ്ഞത്, പല പ്രവാചകന്മാരിൽ വൺ ഓഫ് ദ സ്ട്രോങ്ങസ്റ്റ് പ്രൊഫറ്റ്സ് എന്ന് പറയുന്നത് യെരമ്യാവായിരുന്നു. യെരമ്യ ഈ രാജാക്കന്മാരോടെല്ലാം സംസാരിച്ചിരുന്നു. പക്ഷെ അയാൾ ജെറമ്യയുടെ വാക്കുകളെ ഗൗനിച്ചില്ല. ആ യെരമ്യാവിടെ വാക്കുകളുടെ മുമ്പിൽ തന്നെത്താൻ താഴ്ത്തിയില്ല. അവനെക്കൊണ്ട് ദൈവനാമത്തിൽ സത്യം ചെയ്യിച്ചിരുന്ന നെബൂഖദ്നേസർ രാജാവിനോട് അവൻ മത്സരിച്ച് ശാഠ്യം കാണിക്കുകയും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിലേക്ക് തിരിയാതെ വണ്ണം തൻ്റെ ഹൃദയം കഠിനമാക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് ഈ ഇസ്രായേൽ ജനം എങ്ങനെ, നമ്മൾ അതിൻ്റെ 17-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാം. അതുകൊണ്ട് അവൻ കൽദയരുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി അവൻ അവരുടെ യൗവനക്കാരെയും അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്ന് അവൻ യൗവനക്കാരെയൊക്കെയും കന്യകയോ വൃദ്ധനെയോ കിഴവനെയോ ഒക്കെ ആദരിക്കാതെ അവരെയൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അതിൻ്റെ 1-ാമത്തെ റീസൺ നമുക്ക് അതിൻ്റെ 14-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 14-ാം വാക്യം, ഫർദർ മോർ, ഞാൻ ആദ്യം ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ഫർദർ മോർ all the officials of the priest and the people were very unfaithful, following all the abominations of the nations. 14-ാമത്തെ വാക്യത്തിൽ, പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. ഇതാണ് ഇവിടെ. എന്നിട്ടാണ് നമ്മൾ 17-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് ദൈവം ആരെ അയച്ചു? നെബൂഖദ്നേസർ രാജാവിനെ അയച്ചു. ദ നമ്പർ 1 റീസൺ ഇവിടെ പറയുന്നത്, അതിൻ്റെ കാരണക്കാരൻ ഒന്നാമതായിട്ട് പുരോഹിതന്മാരാണ്. ജനമല്ല, ജനം രണ്ടാമതേ വരുന്നുള്ളൂ, പുരോഹിതന്മാരാണ്.
the officials of the priest and the people were very unfaithful. അവർ അവിശ്വസ്തരായിരുന്നു. അവർ എങ്ങനെയായിരുന്നു അവിശ്വസ്തരായിരുന്നത്? ഫോളോയിങ് ഓൾ ദ അബോമിനേഷൻസ് ഓഫ് ദ നേഷൻസ്. അവരുടെ ചുറ്റുമുള്ള ജാതികളുടെ സകലവിധ മ്ലേച്ഛതകളെയും അവർ പിന്തുടർന്നു, അല്ലെങ്കിൽ അവരത് ആചരിക്കാനിടയായി തീർന്നു. സോ ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പം നമുക്ക് നോക്കാം എന്താണ് ഇവർ ഈ ജാതികളിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യം. കർത്താവ് കനാൻ നാട്ടിലേക്ക് അയച്ചപ്പോൾ തന്നെ അവർക്ക് നിർദ്ദേശം കൊടുത്തു, നിങ്ങൾ പോകുന്ന സ്ഥലത്ത് ജാതികളുണ്ട്, പക്ഷേ അവരോട് വളരെ കർശനമായിട്ടും പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ ഒരു മര്യാദയും പഠിക്കരുത്. അവരുടെ ഒരു മര്യാദയും പഠിക്കരുത്. ഇങ്ങനെയാണ് കർത്താവ് പറഞ്ഞു വിട്ടത്. ജാതികൾക്ക് ഒരുപാട് മര്യാദകളുണ്ട്, ജാതികൾക്ക് ഒരുപാട് രീതികളുണ്ട്. ഇന്ന് നമ്മുടെ ചേർച്ചിലെ സഭകളിലേക്കൊന്ന് നോക്കിക്കേ. സഭയിൽ ആദ്യമേ അൺഫെയ്ത്ത്ഫുൾ ആകുന്നത് സഭയിലെ ലീഡേഴ്സ് തന്നെയായിരിക്കും. അങ്ങനെ അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അടുത്ത് സംഭവിക്കുന്നത് എന്തായിരിക്കും? വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ ബാക്കിയുള്ള ആളുകളും അതിലേക്ക് പോകും. ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇതെല്ലായിടത്തും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇവർ ജാതികളുടെ മര്യാദ പാലിച്ചു, അല്ലെങ്കിൽ ജാതികളുടെ മ്ലേച്ഛത, ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തെന്നാണ് നമ്മൾ വായിക്കുന്നത്. സോ എന്താണ് ഈ ജാതികളിൽ നിലനിന്നിരുന്ന ഒരു അകൃത്യം? അത് പഠിക്കണമെങ്കിൽ ലേവ്യ പുസ്തകം അതിൻ്റെ 18-ാം അധ്യായത്തിലേക്ക് വരാം. ആ 18-ാം അധ്യായം മൊത്തം വായിക്കുവാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും ഈ ജാതികളുടെ ഒരു പ്രധാനപ്പെട്ട അകൃത്യം എന്തായിരുന്നു എന്ന്. നമുക്ക് പെട്ടെന്ന് ഈ ജാതികളുടെ അകൃത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ ഓർക്കും വിഗ്രഹാരാധനയാണ്. വിഗ്രഹാരാധനയെക്കാളും വളരെ വളരെ ഗൗരവമേറിയ ഒരു പാപമുണ്ട്. അത് ലൈംഗിക പാപം തന്നെയാണ്, സെക്ഷുവൽ സെൻസ്. അതായത് നമ്മൾ മനസ്സിലാക്കണം, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവിൻ്റെയും ഇടയിലല്ലാത്ത എന്ത് ലൈംഗികതകളും പാപം തന്നെയായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. എന്നാൽ ഇന്ന് ആണും പെണ്ണും എന്ന് വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സഭകൾ പോലും ഉണ്ടാവുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എവിടെ പോയി സഭ ഇന്ന് ബാബിലോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. യെസ്, ദ ചേർച്ച് ഈസ് ഹെഡിങ് ടു ബാബിലോൺ. ഈ ഒരു സമയത്താണ് നമ്മളോട് കർത്താവ് പറഞ്ഞേക്കുന്നത്, നമ്മൾ ഇതിൻ്റെയൊക്കെ മധ്യയിൽ നിങ്ങളുടെ തല ഉയർത്തി നോക്കുകയും നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തു എന്ന് വിചാരിച്ച് നിങ്ങൾ പ്രാർത്ഥന നിരതരായിരിക്കുകയും ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു നിൽക്കേണ്ട ആളുകളാണ്. സോ നമ്മുടെ ചുറ്റുവട്ടം നമ്മുടെ ഒരുപാട് ജാതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ ഒരു കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. ഇസ്രായേൽ ജനം അവിടെ സംഭവിച്ചത് അവരെ തന്നെ കോപ്പി ചെയ്തു. നമുക്ക് 2-3 കാര്യങ്ങളൊന്ന് വായിച്ചിട്ട് എന്തായാലും ഓരോരുത്തരും അത് വായിക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു നല്ല പിക്ചർ കിട്ടും. അതിൻ്റെ 18-ാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന മിസ്രയീം ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. അപ്പം അവരായിരുന്ന മിസ്രയീം ദേശത്തും ജാതികളായിരുന്നു. അവരുടെ ആളുകൾ, ആ മിസ്രയീം ദേശത്തുള്ള ആളുകളും മ്ലേച്ഛമായിട്ട് നടന്നവരാണ്. ആ മ്ലേച്ഛതയിലേക്ക് നിങ്ങൾ നടക്കരുത്. ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെയും അരുത്. അപ്പോൾ കനാൻ ദേശത്തും ആളുകളുണ്ട്, കർത്താവിനെ അറിയാത്തവർ. അവരുടെ മര്യാദ ആചരിക്കരുത്. എൻ്റെ വിധികളെ അനുസരിച്ച് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഇപ്പം നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണമെന്നുള്ള സിദ്ധാന്തമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മളെ ദൈവം എവിടെയാക്കിയാലും, ഏത് ദേശത്ത് എന്ത് കൾച്ചറുണ്ടെങ്കിലും നമുക്കൊരു ദൈവത്തിൻ്റെ പ്രമാണമുണ്ട്. ഇസ്രായേൽ ജനത്തെ കനാൻ നാട്ടിലേക്ക് വിട്ടപ്പോൾ
ദൈവം മോശ മുഖാന്തരം കൊടുത്ത നീതിപൂർണമായ ഒരു 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 ലിഖിതമുണ്ട്, ഒരു പ്രമാണമുണ്ട്. അവരൊരു പ്രമാണമുള്ള ജനമാണ്. അവരേത് ജാതിയുടെ ഇടയിൽ ചെന്നാലും ജാതിയുടെ മര്യാദ ആചരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം ദൈവം അവർക്ക് വേണ്ട എല്ലാ കാര്യത്തെക്കുറിച്ചുമുള്ള നിർദ്ദേശം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ജാതീയ മര്യാദകളിലേക്കും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ദൈവം അവരോട് പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിൽ പഠിച്ച മര്യാദയും കണ്ട മര്യാദ പാലിക്കരുത്, അതുപോലെ നിങ്ങൾ എത്തുന്ന സ്ഥലത്തെ മര്യാദയും പാലിക്കരുത്. എന്നിട്ട് കർത്താവ് ആകയാൽ എൻ്റെ ചട്ടങ്ങളും ന്യായങ്ങളും നിങ്ങൾ പ്രമാണിക്കണം, അവയെ ചെയ്യുന്ന മനുഷ്യൻ അവയാൽ ജീവിക്കും, ഞാൻ യഹോവയാകുന്നു. ഇതായിരുന്നു ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത വലിയ കാര്യം. അവരുടെ പ്രമാണമാണ്, ആ പ്രമാണത്തിൽ ജീവിക്കേണ്ടവരാണ്. ആ പ്രമാണം ചെയ്തുവെങ്കിൽ നീ ജീവിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ പ്രോമിസാണ്. എന്നാൽ നിങ്ങളിൽ ആരും തനിക്ക് രക്തബന്ധമുള്ള യാതൊരുത്തരുടെയും നഗ്നത അനിവാര്യമാക്കുവാൻ തക്കവണ്ണം അവരോട് അടുക്കരുത്. സോ നമുക്ക് ഇത്ര ക്ലിയറായിട്ട് അത് കഴിഞ്ഞിട്ട് ആ ജാതികളുടെ മര്യാദ ആചരിക്കരുതെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്ന ഫസ്റ്റ് സിൻ എന്ന് പറയുന്നത് about the sexual sins that is possible between blood relatives. രക്തബന്ധങ്ങളുമായിട്ടുള്ള ലൈംഗികതയെക്കുറിച്ച് പറയുകയാണ്. എന്നിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പം എല്ലാം നമ്മൾക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അതിനെ വിളിക്കേണ്ടത് അബോമിനേഷൻസ് അല്ലെ മ്ലേച്ഛമേറിയ പാപമാണിതെല്ലാം. ഈ പാപങ്ങളിലേക്ക് വഴിതെളിക്കല്ലെന്ന് പറയുകയാണ്. ബ്ലഡ് റിലേറ്റീവ്സ് മാത്രമല്ല, എക്സ്ട്രാ മെറിറ്റിയൽ റിലേഷൻസ്, മാരേജിന് പുറത്തുള്ള റിലേഷൻ, സെയിം ജെൻഡർ ആയിട്ടുള്ള റിലേഷൻസ്, ഇതെല്ലാം ജാതികളുടെ മര്യാദയാണ്. അവർക്കതൊന്നും ഒരു കുഴപ്പമില്ല. എന്നാൽ ദൈവം അയച്ച ദൈവത്തിൻ്റെ ജനങ്ങൾക്ക് സ്പെസിഫിക്കായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രമാണമുണ്ട്. ഇതിൻ്റെ മധ്യയിൽ ഈ പ്രമാണമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവർ വ്യത്യസ്തരായ ജനമാകുന്നത്. ഇന്ന് ദൈവം നമ്മളെ ഓരോരുത്തരെയും വിളിച്ചു വേർതിരിച്ചു. നമുക്ക് വ്യത്യസ്തമായ ഒരു പ്രമാണം നമുക്കുണ്ട്. നമ്മളെ ദൈവം എവിടെ ആക്കിയോട്ടെ, നമ്മുടെ ചുറ്റുവട്ടമുള്ളവരെല്ലാവരും ദൈവത്തെ അറിയാത്തവരായിക്കോട്ടെ, അവർക്ക് വേറൊരു രീതികളും മര്യാദയും ഉണ്ടായിക്കോട്ടെ, അവരുടെ മധ്യയിൽ ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടി ജീവിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാൻ ബാബിലോണിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ, ഞാൻ ബാബിലോണിലേക്ക് പോകുന്നുണ്ടോ എന്ന് അറിയുന്നത് ഒറ്റ ടെസ്റ്റ് ചെയ്താൽ മതി. ഒരു ടെസ്റ്റ്, വൺ ഓഫ് ദ ടെസ്റ്റേഴ്സ്, ഞാനായിരിക്കുന്നിടത്ത് എനിക്ക് എൻ്റേതായിട്ടുള്ള ദൈവത്തിൻ്റെ പ്രമാണമുണ്ടോ, അതോ ഞാൻ ചുറ്റുവട്ടമുള്ള ജാതികൾ ചെയ്യുന്നത് പോലെയാണ് ഞാൻ പോകുന്നത്? അവരെ പ്രസാദിപ്പിക്കാനായിട്ടല്ല. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ഞാൻ കർത്താവിൻ്റെ ദാസനല്ല. ഞാൻ ആയിരിക്കുന്ന എവിടെയും എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കർത്താവിലുള്ള ഒരു നിലപാട് എനിക്കുണ്ടായേ പറ്റൂ. ഇല്ല എങ്കിൽ അധികം താമസിക്കാതെ തന്നെ നമ്മൾ യഹൂദന്മാർ ബാബിലോണിലേക്ക് പിടിക്കപ്പെട്ടു പോയതുപോലെ തന്നെ നമുക്കും ഒരു ബാബിലോണിയ സഭയിൽ അല്ലെങ്കിൽ വിഭജിക്കുന്ന ഒരു സഭയുടെ ഭാഗമായി തീരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇത് നമ്മളെ പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശമരിയെ അശീര്യക്കാർ പിടിച്ചുകൊണ്ട് പോയപ്പോൾ പിന്നീട് 115 കൊല്ലത്തിന് ശേഷമാണ് യഹൂദയെ പിടിച്ചുകൊണ്ട് പോയത്. ആ സമയം അത്രയും യഹൂദയോട് പറഞ്ഞത്, ലുക്ക് അറ്റ് യുവർ സിസ്റ്റർ സമറിയ, ദ സെയിം തിങ് വിൽ ഹാപ്പൻ ടു യു എന്ന് കൂടെ പറഞ്ഞിട്ടും അനുസരിച്ചില്ലെങ്കിൽ, ഇന്ന് ദൈവം ഈ ദാനിയേൽ പ്രവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്, ലുക്ക് അറ്റ് ഇസ്രയേൽ, ദ ഹോൾ ഇസ്രയേൽ, ബോത്ത് ജൂഡ ആൻഡ് സമേറിയ. നീ വിചാരിക്കുന്ന നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്ന്. നീയും നിന്റെ ദൈവം തന്നേക്കുന്ന പ്രമാണത്തിൽ ജീവിച്ചില്ലെങ്കിൽ the same thing can happen to us. ഇതാണ് സഭ പഠിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം. നമുക്കൊരു വാക്യം കൂടെ ഇതിൻ്റെ ഭാഗത്ത് വായിച്ചിട്ട് നമുക്ക് വിടാം. അതിൻ്റെ 8-ാം അധ്യായത്തിൽ 18-ാം അധ്യായമായിരുന്നല്ലോ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് അതിൻ്റെ 24-ഉം 25-ഉം വാക്യം, ഇതെല്ലാം മേളിൽ നിന്ന് വായിക്കുമ്പോൾ മൊത്തം ഈ ലൈംഗിക പാപത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്.
24-ാമത്തെ വാക്യം, അത് ഓരോരുത്തരും പോയിരുന്ന് നോക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം മ്ലേച്ഛമേറിയതാണെന്ന്. ഇവയിൽ ഒന്നുകൊണ്ടും, ഈ മേളിൽ പറഞ്ഞ ഒരു വലിയ ലിസ്റ്റാണ്. അപ്പം ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. യു വിൽ ഗെറ്റ് ഡിഫൈൽഡ്. ഇപ്പം നമുക്കത് നിസ്സാരമായിട്ട് കാണരുത്. ഈവൻ നമ്മുടെ ലസ്റ്റ് തന്നെ, നമുക്ക് നമ്മളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിന് ഇടയിൽ നടക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ പുറത്ത് നടക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ലസ്റ്റ് പോലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നേ പറ്റൂ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവയിൽ ഒന്നുകൊണ്ടും, അപ്പോൾ ഈ 24-ാമത്തെ സെൻറ്റൻസാണ് ഇത്. ഇത്രയും പറഞ്ഞിട്ട് ഇവയിൽ ഒന്നുകൊണ്ടും നിങ്ങളെ തന്നെ അശുദ്ധരാക്കരുത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുന്ന ജാതികൾ ഇവയാൽ ഒക്കെയും തങ്ങളെ തന്നെ അശുദ്ധരാക്കിയിരിക്കുന്നു. ദേശവും അശുദ്ധമാക്കി തീർന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ അകൃത്യം അതിന്മേൽ സന്ദർശിക്കുന്നു. ദേശം തൻ്റെ നിവാസികളെ ഛർദ്ദിച്ചു കളയുന്നു, ഈ മ്ലേച്ഛതയെ ഒക്കെയും. ഓക്കെ, ഇതാണ് ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റ്. നമ്മളൊരു ലാൻഡിനെ ഡിഫൈൽ ചെയ്യുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കുമ്പോൾ, ദൈവത്തിൻ്റെ പ്രമാണം വിട്ട് മ്ലേച്ഛമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ലാൻഡ് നമ്മൾ തന്നെ ഡിഫൈൽ ചെയ്യുക. അപ്പം ദൈവം പറയുന്ന ഒരു ന്യായവിധിയുണ്ട്. ദ ലാൻഡ് വിൽ സ്പ്യൂ ഔട്ട്. ആ ദേശം നിങ്ങളെ ഛർദ്ദിച്ച് കളയും. അത് ശരിക്കും ഛർദ്ദിച്ച് കളയുന്നത് മ്ലേച്ഛതയാണ്. ആ മ്ലേച്ഛതയെ കളയുമ്പോൾ നമ്മളെ ആ കൂട്ടത്തിൽ കളയുമെന്നുള്ളതാണ്. ഇത് തന്നെയാണ് യഹൂദയ്ക്ക് സംഭവിച്ചത്. യെരൂശലേം ആ മ്ലേച്ഛതയെ തള്ളിക്കളഞ്ഞു. അതാണ് അവർ ബാബിലോണിലേക്ക് പോകാനുള്ള കാരണം. അതുകൊണ്ട് ദൈവം വീണ്ടും 26-ാമത്തെ സെൻറ്റൻസിലൊക്കെ വായിക്കുമ്പോൾ, അതുകൊണ്ട് ദൈവം പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ, നിങ്ങൾ മുമ്പ് ഈ ദേശത്തുണ്ടായിരുന്ന നിങ്ങൾ ഈ ദേശത്ത് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ വേർഡിൽ നമ്മൾ വായിക്കുന്നത്, നമ്മൾ ഇപ്പം വായിച്ചതാണ് 14-ാമത്തെ സെൻറ്റൻസ്. നമ്മൾ തിരിച്ച് 2 ദിനവൃത്താന്തം അതിൻ്റെ 36-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വചനത്തിൽ വരുമ്പോൾ പറയുകയാണ്, അതിൻ്റെ കാരണക്കാർ ആരൊക്കെയാണ്? പുരോഹിതന്മാരും പിന്നീട് ജനവും. പുരോഹിതന്മാർ കാണിച്ചു കൊടുത്തു, ജനമത അനുസരിച്ചു. പുരോഹിതന്മാരെന്ത് ചെയ്തു? ജാതികളുടെ മ്ലേച്ഛത ഫോളോ ചെയ്യാനായിട്ട് പോയി. ആൻഡ് ബൈ ദാറ്റ് ദേ ബിക്കേം അൺഫെയ്ത്ത്ഫുൾ. ആ അവിശ്വസ്തതയാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യം അതാണ്. നമ്മളെ ദൈവം ഒരു ചേർച്ചിലാക്കിയിരിക്കുന്നു. ഈ സഭ ഒരിക്കലും ബാബിലോണിലേക്ക് പോകേണ്ടവരല്ല. സോ ലെറ്റ് us ബി ഫെയ്ത്ത്ഫുൾ ടു ഗോഡ്സ് വേർഡ്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തരായിട്ട് തന്നെ നിൽക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രാർത്ഥന. ലെറ്റ് us ബി ഫെയ്ത്ത്ഫുൾ ടു ദ ലോർഡ് ഗാഡ്. എന്നിട്ട് അതിൻ്റെ 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. 2-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ റീസൺ. സോ ഒരു റീസൺ നമ്മൾ കണ്ടു. 2-ാമത്തെ റീസൺ ഈ 14-ാമത്തെ സെൻറ്റൻസിൽ തന്നെ ഉണ്ട്. നമുക്കൊന്നുകൂടി വായിക്കാം. പുരോഹിതന്മാരിൽ പ്രധാനികളൊക്കെയും ജനവും ജാതികളുടെ സകല മ്ലേച്ഛതകളെയും പോലെ വളരെ അകൃത്യം ചെയ്തു. യെരൂശലേമിൽ, സെക്കൻഡ് റീസൺ, യെരൂശലേമിൽ യഹോവ വിശുദ്ധീകരിച്ച അവൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. 2-ാമത്തെ റീസൺ ആയിട്ട് അവിടെ പറയുകയാണ് എന്തുകൊണ്ട് യഹൂദയെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ടുപോയി. 2-ാമത്തെ റീസൺ, ദൈവം അവർക്ക് കൊടുത്ത ഒരു കാര്യമാണ് യെരൂശലേം ആലയം. ദൈവത്തിൻ്റെ ആലയമാണ്. ആ ആലയത്തെ അശുദ്ധമാക്കി കളഞ്ഞു. എങ്ങനെയായിരുന്നു ആ ഇസ്രായേൽ ജനം ആ ആലയത്തെ അശുദ്ധമാക്കിയത്? ഇസ്രായേൽ ജനം ആലയത്തെ അശുദ്ധമാക്കിയത് അവരുടെ വിഗ്രഹ ആരാധനയെ കൊണ്ടാണ്. നമുക്കതിന് പഠിക്കാൻ വേണ്ടി ഒരു ഭാഗം മാത്രം ഒന്ന് വായിക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം എന്നെടുക്കാം. എസെക്കിയേൽ 8-ാം അധ്യായം. അവിടെ എസെക്കിയേലിനൊരു ദർശനം കൊടുക്കുകയാണ്. ഇപ്പോഴുള്ള
അവർ ഈ എസെക്കിയേൽ എന്ന് പറയുന്ന ആൾ പ്രവാസകാല, അതായത് ഇവരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയ സമയത്ത് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. എസെക്കിയേലിന് ഈ എസെക്കിയേലിന് ഈ ഒരു യെരുശലേമിൻ്റെ അപ്പോഴത്തെ കറണ്ടായിട്ടുള്ള ഒരു സ്റ്റാറ്റസിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ദർശനം കൊടുക്കുകയാണ്. നമുക്ക് കാണാം. അതായത് എസെക്കിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായം 7-ാമത്തെ വചനം മുതലൊന്ന് വായിക്കാം. അവൻ തന്നെ പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി. നമുക്കതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ, അവൻ എന്നോട്, മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രയേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ. ഇപ്പം ഈ ദൈവ ആലയത്തിൽ, ശലോമോൻ പണിത ആലയത്തിൽ, അവിടെ ആ ആലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കേൾക്കുമെന്ന് ദൈവം ഉറപ്പ് കൊടുത്ത ആലയം, ദൈവത്തിൻ്റെ വിശുദ്ധ ആലയം. ഈ ആലയത്തെ എന്ത് ചെയ്തു? അവർ മ്ലേച്ഛതകൾ, അവർ ചെയ്യുന്ന മ്ലേച്ഛതകൾ കൊണ്ട് ദൈവം ആ ആലയത്തെ വിട്ടു പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണുമെന്ന് അരുളി ചെയ്തു. ഇനി ഈ ദൈവത്തിൻ്റെ ആലയത്തിൽ ഇപ്പം നമ്മൾ വായിച്ച 2-ാമത്തെ റീസൺ, അവർ ദേവാലയത്തെ അശുദ്ധമാക്കി. ആ അശുദ്ധമാക്കിയത് എങ്ങനെയാണെന്നുള്ളത് എസെക്കിയേലിന് പറഞ്ഞു കൊടുക്കുകയാണ്. അവൻ എന്നെ പ്രാകാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുപോയി. അപ്പോൾ ഇതെല്ലാം ദർശനമാണ്. എസെക്കിയേലിനെ യെരുശലേമിലെ പ്രാകാരത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ നോക്കിയപ്പോൾ ചുവരിൽ ഒരു ദ്വാരം കണ്ടു. ഏതാ? ഈ ദേവാലയത്തിൻ്റെ ചുവരിൽ ഒരു വാളിൽ ഒരു ദ്വാരം കണ്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, ചുവർ കുത്തിത്തുരക്കുക എന്ന് പറഞ്ഞു. ഞാൻ ചുവർ കുത്തിത്തുരന്നപ്പോൾ ഒരു വാതിൽ കണ്ടു. അവൻ എന്നോട് അകത്ത് ചെന്ന്, ഇതിപ്പം യെരുശലേം പള്ളിക്ക് അകത്ത് കയറാനായി പറഞ്ഞു. ഇത് ദർശനമാണേ. ദർശനത്തിലൂടെ തന്നോട് ആവശ്യപ്പെടുന്ന കാര്യം താൻ അത് ചെയ്യുന്നു, താൻ അകത്തോട്ട് കയറുന്നു. അവൻ എന്നോട് അകത്ത് ചെന്ന് അവർ ഇവിടെ ചെയ്യുന്ന വല്ലാത്ത മ്ലേച്ഛതകളെ നോക്കുക എന്ന് കൽപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എസെക്കിയേലിന് കാണിച്ചു കൊടുക്കുകയാണ് ഇവർ ചെയ്ത മ്ലേച്ഛതകൾ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നീയും കൂട്ടരും ബാബിലോണിലേക്ക് എത്താനുള്ള ഒരു കാരണമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? അങ്ങനെ ഞാൻ അകത്ത് ചെന്നു. വെറുപ്പായുള്ള ഓരോ തരം ഇഴജാതികളെയും മൃഗങ്ങളെയും ഇസ്രയേൽ ഗൃഹത്തിൻ്റെ സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു. നമുക്ക് ദൈവത്തിൻ്റെ ആലയം, ദൈവം വസിക്കേണ്ട ആലയത്തിൽ ഇപ്പോൾ എസെക്കിയേൽ കാണുന്ന കാഴ്ച എന്താണ്? അവിടെ ഇഴജാതികളെയും മൃഗങ്ങളെയും സകല വിഗ്രഹങ്ങളെയും ചുറ്റും ചുവരിന്മേൽ വരച്ചിരിക്കുന്നത് കണ്ടു. സോ ദൈവം മാത്രം കർത്താവും. അവരുടെ 10 കൽപ്പന കൊടുത്തപ്പോൾ, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. 2-ാമത്തെ കൽപ്പന പറയുന്നു, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ ആ ജനം, എസെക്കിയേലിൻ്റെ കണ്ണ് ദൈവം തുറക്കുകയാണ്. ഈ യെരുശലേമിൽ ഇവർ കാണിച്ചു വെച്ചേക്കുന്ന കാര്യം, യെരുശലേമിൽ എന്താ? ഇഴജാതികളുടെയും മൃഗങ്ങളുടെയും വിഗ്രഹത്തിൻ്റെയും പടങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. അവയുടെ മുമ്പിൽ ഇസ്രയേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാരിൽ 70 പേരും ഗഫാൻ്റെ മകനായ യയസന്യാവ് അവരുടെ നടുവിൽ ഓരോരുത്തരും കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്ന് ധൂപമേഘത്തിൻ്റെ വാസന പൊങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ അവൻ എന്നോട്, മനുഷ്യപുത്ര, ഇസ്രയേൽ ഗൃഹത്തിൻ്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താൻ്റെ ബിംബങ്ങളുടെ അറകളിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? യഹോവ നമ്മെ കാണുന്നില്ല, യഹോവ ദേശത്തെ വിട്ടുപോയിരിക്കുന്നു എന്ന് അവർ പറയുന്നുവെന്ന് അരുളി ചെയ്തു. അപ്പം നോക്കിക്കേ, അപ്പം ഇവർ അതിനകത്ത് കാണിക്കുന്ന മ്ലേച്ഛതകൾ, അവിടെ ആരാധന അർപ്പിക്കപ്പെടുകയാണ്. യെരുശലേം സഭയിലെ ഡിഫൈൽ ചെയ്തു എന്നുള്ളതാണ്. അവർ ഇതിലും മ്ലേച്ഛത ചെയ്യുന്നു, നീ കാണുമെന്ന് അവൻ എന്നോട് അരുളി ചെയ്തു. അവൻ എന്നെ പിന്നെയും ആ ദർശനം നിർത്തുന്നില്ല. എന്നെ യഹോവയുടെ ആലയത്തിൻ്റെ വടക്കോട്ടുള്ള
വാതിലിൻ്റെ പ്രവേശനത്തേക്ക് കൊണ്ടുപോയി. അവിടെ ഇനി അടുത്തത്, അവിടെ സ്ത്രീകൾ തമൂസിനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. അവരെന്നോട്, മനുഷ്യപുത്രന, അവനെന്നോട്, നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകൾ ഇനിയും കാണുമെന്ന് അരുളി ചെയ്തു. നമുക്ക് അവിടെ സ്ത്രീജനവും ഈ വിഗ്രഹാരാധനയെ അതിശയമായിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഓരോ മ്ലേച്ഛതകളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും അവൻ എന്നെ യഹോവയുടെ ആലയത്തിൻ്റെ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിൻ്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുക്ക് ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തേക്ക് നേരെയും മുഖം കിഴക്കോട്ടും തിരിച്ചുകൊണ്ട് നിന്നിരിക്കുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. ഇതെവിടെ നടക്കുന്ന കാര്യമാണ്? യെരുശലേം പള്ളിയിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ കാണുന്ന കാര്യം. കുറച്ച് ആളുകൾ, ഏതാണ്ട് 25 പേരെക്കുറിച്ച് പറയുകയാണ്. അവർ കിഴക്കോട്ട് നോക്കി, അവരുടെ ബാക്ക് അങ്ങോട്ടാണ്, ബാക്ക് ടു ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്. അവരുടെ മുഖം കിഴക്കോട്ടും തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തേക്കും നേരെയും വെച്ചുകൊണ്ട് അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നും അങ്ങനത്തെ സഭകളിൽ, ഇന്നും പള്ളികൾ പോലും കിഴക്കോട്ട് ദർശനം വെച്ചുകൊണ്ട് നോക്കി ഇതൊക്കെ ചെയ്യുമ്പോൾ എല്ലാത്തിനും ഒരു റീസൺസ് അവർക്ക് പറയാൻ കാണും. ഇതെല്ലാം എവിടുന്ന് വന്നതാണ്? ഇതെല്ലാം ജാതീയ മര്യാദയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. എന്നാൽ ഇന്ന് ഈ ചെയ്യുന്ന ആരോടെങ്കിലും പറയാമോ നിങ്ങൾ ബാബിലോണിലേക്ക് പോയെന്ന്? ആരും സമ്മതിക്കത്തില്ല. ഇതാണ് ഇന്നത്തെ റിയൽ അവസ്ഥ. യെസ്, സഭ ഒന്നടങ്കം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിശ്വസ്തരല്ലെങ്കിൽ നമ്മൾ ഞെളിയരുത്. നമുക്കും ഇതേ അവസ്ഥ തന്നെ നമുക്ക് സംഭവിക്കാം. അതുകൊണ്ടാണ് കർത്താവ് ഇതിന് കൊടുത്തേക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വിശ്വസ്തരാകാൻ ദൈവം ഒരുപാട് ആഗ്രഹിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ചേക്കുന്ന കാര്യത്തിൽ വിശ്വസ്തരാകുക. ദൈവത്തിൻ്റെ വചനം ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ആ വചനത്തിൽ നിലനിൽക്കാനുള്ള ഒരു കൃപ നമുക്കുണ്ടാവണം. നോക്കി, ഇവിടെ ഇപ്പം നമ്മൾ വായിച്ചു, ഓരോ വിഗ്രഹത്തിൻ്റെ രൂപവും ഒക്കെ വെച്ച് ദൈവത്തെ അതായിട്ട് കാണിക്കുകയാണ് അല്ലേ? നമ്മൾ റോമർക്കരി ലേഖനത്തിൽ മനുഷ്യർക്ക് ന്യായവിധി വരുന്നതിൻ്റെ ഒരു കാരണം എന്താണ്? അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവമെന്നോർത്ത് മഹത്വീകരിക്കാതെ അവരുടെ ജ്ഞാനത്തിൽ വ്യർത്ഥരായി തീർന്ന് എന്ത് ചെയ്തു? മൃഗം, നാൽക്കാലി, മനുഷ്യർ എന്നിങ്ങനെയുള്ള രൂപസാദൃശ്യത്തിലാക്കി മാറ്റിക്കളഞ്ഞു. ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുകയാണ് ബൈ ദിസ് ഐഡോളൈട്രി. ഈ ഒരു വിഗ്രഹാരാധന കൊണ്ട് അവരെ ദൈവം കൊടുത്ത ദൈവത്തിൻ്റെ ആലയത്തെ അശുദ്ധമാക്കി. അതാ നമ്മളിപ്പം 2 ദിനവൃത്താന്തത്തിൽ പറഞ്ഞത്. അവർ യഹോവയുടെ ആലയത്തെ എന്ത് ചെയ്തു? വിശുദ്ധീകരിക്കാതെ അശുദ്ധമാക്കി കളഞ്ഞു. എങ്ങനെയാണ്? വിഗ്രഹാരാധനയിലൂടെ. എന്നാൽ ഈ എസെക്കിയേലിൻ്റെ പ്രവചനം വീണ്ടും 9:4 വചനത്തിൽ വീണ്ടും ആ ദർശനം എൻഡ് ചെയ്യുന്നില്ല. പിന്നെയും അങ്ങോട്ട് പോയിട്ട് ദൈവം ഒരു ആശ്വസിപ്പിക്കുന്ന കാര്യം പറയുന്നുണ്ട്. 9 അധ്യായത്തിൻ്റെ 4 വാക്യം. അവനോട് യഹോവ, നീ നഗരത്തിൻ്റെ നടുവിൽ, യെരുശലേമിൻ്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകളും നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികളിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. സോ ഇവിടെയും ഇത്രയും മ്ലേച്ഛത നടക്കുന്നിടത്തും അവിടെ ഒരു കൂട്ടരെ ദൈവം കാണിച്ചു കൊടുക്കുകയാണ്. എന്താ? ഈ മ്ലേച്ഛതകളുടെ മുമ്പിലൊക്കെയും മനം തകർന്ന് നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ എന്തിടാനാ പറഞ്ഞത്? ഒരു അടയാളം ഇടുക. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാം. Lord said to him, go through the midst of the city, even through the midst of Jerusalem. Put a mark on the foreheads of the men who sigh and groan over all the abominations which are being committed in the midst. ഇപ്പം എന്താ ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം? നമ്മളിന്ന് എൻഡ് ടൈംസിലേക്ക് നമ്മൾ എത്തിയവരാണ്. ഇന്ന് ദൈവവചനത്തിനൊന്നും സഭകൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും ദൈവവചനത്തിന് സ്ഥാനമില്ലാതിരിക്കുന്ന ഈ കാലയളവിൽ
നമുക്കിതൊക്കെ കാണുമ്പോൾ ഉള്ളുരുകി നമുക്ക് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആത്മാവിന് ചൂട് പിടിക്കണം. പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പറയുകയാണ്, ഏഥൻസിലൂടെ കടന്നു പോയപ്പോൾ വിഗ്രഹത്തെ കണ്ടപ്പോൾ തൻ്റെ ഉള്ളം ചൂട് പിടിച്ചു. എന്താ കാര്യം? ഇത്ര വലിയൊരു ദൈവത്തെ ഇതുപോലെയുള്ള രൂപസാദൃശ്യമാക്കി കളഞ്ഞു. നോക്ക്, അന്ന് എസെക്കിയേലിന് ഈ ദർശനം കാണിച്ചു കൊടുത്തപ്പോൾ എസെക്കിയേലിന് ഈ മ്ലേച്ഛത കണ്ട് നെടുവീർപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ എസെക്കിയേലിനെ ഒന്ന് എൻകറേജ് ചെയ്യുന്ന ഒരു കാഴ്ച ഇവിടെ കാണിച്ചു കൊടുത്തു. ഇവിടെ കുറേ കൂട്ടരുണ്ട്, ഇതൊക്കെ കണ്ട് നെടുവീർപ്പെട്ട് ഗ്രോൺ ചെയ്യുന്ന ആളുകൾ, കരയുന്ന ആളുകൾ. നമുക്ക് ആ ഭാഗത്തിലേക്ക് നമ്മൾ ഓരോരുത്തരുമായി തീരുക. അതെ, ഇന്ന് ലോകം എങ്ങനെയെങ്കിലും പോകട്ടെ, പക്ഷേ നമുക്ക് വിശ്വസ്തരായി നിന്നുകൊണ്ട് നമുക്ക് ഭാരത്തോടുകൂടി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇതിൽ നിന്നും ആരെയെങ്കിലുമൊക്കെ പിടിച്ച് വലിച്ച് ഈ ട്രൂത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കാനായിട്ടും ദൈവം നമ്മളെ അതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു കാര്യം അതാണ്. കർത്താവെ, അവിടുന്ന് തന്ന വചനത്തിൽ എന്നും അടിയുറച്ചു നിൽക്കുവാൻ ദൈവമേ സഹായിക്കണമേ. നമ്മൾ ഇന്ന് പറഞ്ഞ 2 കാരണങ്ങളാണ്. നമ്മൾ കുറച്ചുകൂടെ ഉണ്ട്, നമുക്ക് വരുന്ന ആഴ്ചയിൽ ബാക്കി ചിന്തിക്കാം. ഇന്ന് 2 കാരണങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്തുകൊണ്ടാണ് യഹൂദന്മാരെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോയത്? ഒന്ന്, അവരുടെ പുരോഹിതന്മാരും ജനവും ഒരുപോലെ ജാതികളുടെ മര്യാദ ആചരിച്ച് അവിശ്വസ്തരായി തീർന്നു. അവർ ചെയ്ത എല്ലാ ലൈംഗിക പാപങ്ങളിലും ഈ ആൾക്കാരും അതിനോട് ചേർന്ന് നിന്നു. 2, യഹോവയുടെ ആലയമായിരിക്കുന്ന യെരുശലേമിനെ അവർ എന്ത് ചെയ്തു? അവർ അശുദ്ധമാക്കി കളഞ്ഞു. എങ്ങനെ? വിഗ്രഹാരാധനയിലൂടെ. ഈ 2 കാരണമാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വരുന്ന ദിവസം, വരുന്ന ആഴ്ചയിൽ നമുക്ക്, അല്ലെങ്കിൽ അടുത്ത തവണ നമുക്ക് ബാക്കി തുടർന്ന് ചിന്തിക്കാം. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അടിയുറച്ച് നിൽക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.